ഫ്ലവേഴ്സ് ഫില്ലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിന് റെക്റ്റാങ്കിളോ സ്ക്വയറോ എന്തെങ്കിലും വരച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അത് സ്പൈറൽ ഞാൻ കൊടുത്തു, ഒരു സൈഡിലായിട്ടാണ് കൊടുത്തത്. എന്നിട്ട് ഹംസ് കൊടുത്തു. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വലിയ ഹംസ്, ഒരു പെറ്റൽ പോലെ കൊടുക്കുകയാണ്. ഒരുപാട് വലിയതാക്കണ്ട, ഈ ഒരു സൈസിൽ ചെയ്യാം കേട്ടോ. എന്നിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒരെണ്ണം കൂടി കൊടുക്കുക. ഒരു സെയിം ഏകദേശം ആ ഒരു വലിപ്പത്തിൽ തന്നെ വരുന്ന ഫ്ലവറായിട്ട് തന്നെ കൊടുക്കുക. കണ്ടില്ലേ? ചിലത് ഹാഫും ഫുള്ളും ആയിട്ട് ഇങ്ങനെ കൊടുക്കുക. ഇത് ഫില്ലാവുന്ന വിധത്തിൽ ഒരേ ഗ്യാപ്പിൽ നമുക്ക് ഫ്ലവേഴ്സ് അതേ സെയിം ഫ്ലവേഴ്സ് തന്നെ കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ? ഒരേ ഗ്യാപ്പിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനവിടെ ഗ്യാപ്പുള്ളതുകൊണ്ട് അവിടെ ഒരു ഫ്ലവർ കൂടി കൊടുക്കുകയാണ്. ഒരു ലൈന് പോലെ വന്നില്ലേ? ഇപ്പോൾ ഇനി നെക്സ്റ്റ് താഴെ കൊടുക്കാം. ഫുള്ള് കിട്ടില്ല, അപ്പോൾ കിട്ടുന്ന പോർഷന് നമ്മൾ വരയ്ക്കാം. എന്നിട്ട് നമ്മളിനി ഇതിന് ലീഫ് കൊടുക്കാം. ലീഫിന് സെൻറ്ററിൽ ഓരോ ലൈൻസും കൊടുക്കുകയാണ്. ഇത് ഫില്ലാവുന്ന വിധത്തിൽ നമുക്ക് 2 ലീഫും അല്ലെങ്കിൽ 1 ലീഫൊക്കെ ആയിട്ട് നമ്മൾ ഇതിൽ കൊടുത്ത് ഫില്ലാക്കുക കേട്ടോ. നിങ്ങളെ പിക്ചറിൽ എവിടെയാണോ ഫ്ലവേഴ്സിന് ഗ്യാപ്പ് വരുന്നത് അവിടെ കൊടുക്കുക കേട്ടോ. അല്ലാതെ ഞാൻ കൊടുത്ത ആ ഒരു പോർഷനിൽ മാത്രം കൊടുക്കണ്ട. നിങ്ങളെ പിക്ചർ ഭംഗി നിങ്ങൾ നോക്കുക, എന്നിട്ട് മനസ്സിലാക്കുക. ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്യാം. ഓക്കെ, ഒരുവിധമൊക്കെ ഫില്ലായി. അപ്പം ഇങ്ങനെ ഔട്ടർ നമ്മൾ വരച്ച് വെക്കുകയാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിന് സർക്കിൾ കൊടുക്കാം, അതും ഒരു ഭംഗിയാണ്. ഇങ്ങനത്തെ ഇൻവേഴ്സ് ഫില്ലിങ് ചെയ്യുമ്പോൾ നമ്മൾ സർക്കിൾസ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഗ്യാപ്പുള്ള സ്പേസിലൊക്കെ നമ്മൾ വലുതും ചെറുതുമായിട്ട് സർക്കിൾസ് കൊടുക്കുക. കണ്ടില്ലേ? അപ്പോൾ ഔട്ടർ ഫിനിഷായി. ഇനി നമ്മൾ ഫില്ലിംഗ് ആണ് ചെയ്യേണ്ടത്. അതിന് ആദ്യം ഔട്ടർ പോർഷൻ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബാക്കി ഫില്ല് ചെയ്യാം. എല്ലാ പോർഷനും നന്നായിട്ട് ഫില്ല് ചെയ്യാം. ഔട്ടർ വരയ്ക്കണം, എന്തായാലും വരയ്ക്കണേ. നമ്മൾ സർക്കിളൊക്കെ ചെയ്യുമ്പോൾ ആദ്യം അതിൻ്റെ ഔട്ടർ ഒന്ന് ഡാർക്കൺ ചെയ്യുക, എന്നിട്ട് വേണം ഫില്ല് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ പിക്ചറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മെഹന്തി പോയി കഴിഞ്ഞാൽ ആ പിക്ചറിൻ്റെ ഭംഗി നമുക്ക് കിട്ടില്ല. മാക്സിമം നിങ്ങൾ ഔട്ടർ വരയ്ക്കുക, എന്നിട്ട് ഫില്ലിങ് കൊടുക്കുക. നന്നായിട്ട് പ്രഷർ ചെയ്ത് ഫില്ലിങ് കൊടുക്കുക. അതേപോലെ നിങ്ങൾ യൂസ് ചെയ്യുന്ന മെഹന്തി ഡ്രൈ ആണെങ്കിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭംഗി കിട്ടില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം ഓർഗാനിക് ഹെന്ന തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. ഓർഗാനിക് ഹെന്നയിൽ ഇപ്പോൾ നമുക്ക് പ്രാക്ടീസ് കോണൊക്കെ അവൈലബിൾ ആണ്, അതിന് പ്രൈസ് കുറവാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക. അത് കയ്യിലിട്ടാൽ വലിയ ചോപ്പ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. നമുക്ക് പേപ്പറിൽ ചെയ്യാൻ അതാണ് ബെസ്റ്റ്. ഫില്ലിംഗ് ഒക്കെ വരുമ്പോൾ അതാണ് കൂടുതൽ. മൊത്തത്തിൽ അത് തന്നെയാണ് എല്ലാവരും യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത്, പഠിക്കാൻ വേണ്ടിയിട്ട് നല്ലത് അത് തന്നെയാണ്. ബ്രൈഡിനൊക്കെ ചെയ്യുമ്പം എന്തായാലും ഓർഗാനിക് ഹെന്ന വെച്ച് തന്നെ ചെയ്യുക. കാരണം നമുക്ക് ഫോട്ടോസിലും കാര്യങ്ങളിലും കൂടുതലായിട്ട് മെഹന്തി ഇട്ട് കഴിഞ്ഞാൽ ഭംഗി കിട്ടുക ഓർഗാനിക് ഹെന്നയാണ്. പിന്നെ കൈക്കും നല്ലത് അതാണ്. ഇതേപോലെ നമ്മൾ മൊത്തത്തിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. സാവധാനം ചെയ്താൽ മതി. സാവധാനം ചെയ്ത് പെർഫെക്ഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ സാവധാനം ചെയ്ത് പഠിക്കാം. എന്നിട്ട് നമുക്ക് കൂടെ നമുക്ക് സ്പീഡ് കൂട്ടാനേ പറ്റുള്ളൂ.